നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബംഗളൂരുവിലെ IT കമ്പനികളെയെല്ലാം വശീകരിച്ച് കേരളത്തിലേക്ക് കടത്താൻ വ്യവസായ മന്ത്രി പി രാജീവ് ശ്രമിക്കുകയാണെന്നാണ് കർണാടകയിലെ വ്യവസായ മന്ത്രി MP പാട്ടീൽ പറയുന്നത്. ശുദ്ധജലക്ഷാമം രൂക്ഷമായ ബംഗളൂരുവിലെ IT കമ്പനികളെയെല്ലാം കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ച മന്ത്രി രാജീവിന്റെ നടപടിയാണ് കർണാടകയെ ചൂടിപ്പിച്ചിട്ടുള്ളത്. ബംഗളൂരുവിലെ IT കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ച വിവരം മന്ത്രി രാജീവ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി രാജീവ് എഴുതിയ കത്തിൽ കേരളത്തിൽ ചെറുതും വലുതുമായ 44 നദികളുണ്ടെന്നും ഇവിടെ ശുദ്ധജലക്ഷാമം ഉണ്ടാവില്ലെന്നുമൊക്കെ പറഞ്ഞിരുന്നു. ജലം ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകാമെന്നും അവർക്ക് വാഗ്ദാനവും കൊടുത്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരാതിരിക്കുമോ? കത്തുന്ന പുരയിൽ നിന്ന് കഴുക്കോൽ ഊരിക്കൊണ്ടു പോകുന്ന പരിപാടിയാണ് മന്ത്രി രാജീവ് കാണിച്ചതത്രേ. അതുപോലെ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നവരിലധികവും മലയാളികളാണെന്നുള്ള താക്കീതും MP പാട്ടീൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേരളത്തിന് നിക്ഷേപം സമാഹരിക്കാനൊക്കെ എല്ലാ അവകാശങ്ങളുമുണ്ട്. പക്ഷേ ബംഗളൂരുവിലെ ശുദ്ധജലക്ഷാമം മുതലെടുത്ത് അതിനിടയിൽ കളിക്കുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയമാണെന്നും അത് ഫെഡറൽ സംവിധാനത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കമ്പനികളെ അടിച്ചു മാറ്റുകയല്ല കേരളം ചെയ്യേണ്ടത്. സ്വന്തമായി അധ്വാനിച്ച് വ്യവസായ വികസനത്തിന് നടപടികൾ സ്വീകരിക്കണം. ഇത്തരം ഉഡായിപ്പുകൾ കൊണ്ട് കേരളത്തിലെ വ്യവസായ മേഖലകൾ മെച്ചപ്പെടുത്താമെന്ന് കരുതണ്ടെന്നും കർണാടക വ്യവസായ മന്ത്രി MP പാട്ടീൽ പറയുകയാണ്. ഇമാതിരിയുള്ള പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ഏർപ്പാട് കയ്യിൽ വച്ചേക്കാനും മര്യാദകേട് കാണിക്കാൻ നിൽക്കരുതെന്നുമൊക്കെയാണ് പി രാജീവിന് കിട്ടിയിരിക്കുന്ന താക്കീത്. രാജ്യത്തിന്റെ തന്നെ IT ഹബ്ബായ ബംഗളൂരു IT മേഖല $254 ബില്യൺ വരുമാനമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേനലൊരു പ്രശ്നമായതോടുകൂടി അവിടെ ജലക്ഷാമം രൂക്ഷമായി. ഇതുമൂലം പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളടക്കം താളം തെറ്റി. അതേസമയം കേരളത്തിലേക്ക് ക്ഷണിച്ച IT കമ്പനികളുടെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ മന്ത്രി വിസമ്മതിച്ചതായി ഇക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പ്രശ്നം രൂക്ഷമായി നിൽക്കുമ്പോൾ കേരളത്തിലെ IT കെട്ടിടം സ്ഥലം ലഭ്യമാണോ എന്ന് തിരക്കി പുറത്തുനിന്നൊക്കെ അന്വേഷണവും വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ കൊച്ചി ഇൻഫോ പാർക്കിന്റെ സ്ഥലവുമില്ല, IT വകുപ്പിന്റെ കെട്ടിടവും ഇല്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം കേരളത്തിൽ വെള്ളമുണ്ട്, എന്തും തരാം എന്ന് മറ്റുള്ളവർക്ക് വാഗ്ദാനം കൊടുത്തെങ്കിലും കൊച്ചി ഇൻഫോ പാർക്കിൽ ജലദൗർബല്യം നേരിടാൻ ടാങ്കുകളിൽ വെള്ളം എത്തിക്കുകയാണ് എന്നതാണ് സത്യം.